പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വചനദീപ്തിയിലേക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷിതർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ശുശ്രൂഷ ശ്രവിക്കുന്ന എല്ലാ കുടുംബങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വചന വിചിന്തനത്തിലേക്ക് പ്രവേശിക്കാം. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് വഴിയരികിലിരുന്ന ഒരു മനുഷ്യനെക്കുറിച്ചാണ്. അവൻ അന്ധനായിരുന്നു. അവന് പ്രതീക്ഷകൾ ഒട്ടുമില്ലായിരുന്നു. എന്നാൽ വഴിയരികിലിരുന്ന ഈ മനുഷ്യൻ ആരൊക്കെയോ വഴിയിലൂടെ പറഞ്ഞു പോയിരുന്ന യേശുവിനെക്കുറിച്ച് കേൾക്കുവാൻ ഇടയായി. വചനം ഇപ്രകാരമാണ് പറയുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യത്തിലൂടെ പറയുന്നുണ്ട്, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. അപ്പോൾ വഴിയരികിൽ പ്രത്യാശയില്ലാതിരുന്ന മനുഷ്യൻ ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത ആ യേശുവിനെ ശ്രവിച്ചുകൊണ്ട് അവൻ്റെ വരവും കാത്ത ആ വഴിയരികിൽ ഇരിക്കുമ്പോൾ വഴിയുടെ ഒരു പ്രത്യേകതയുണ്ട്. വഴി ഉറച്ചതായതുകൊണ്ട് അതിൽ ജലം വന്ന് നിറയുമ്പോൾ അത് പെട്ടെന്ന് കീഴ്പോട്ട് താന്നു പോകാറില്ല. എന്നാൽ വഴിയരികിൽ ഈ ജലം വന്ന് വീണാൽ വളരെ വേഗം തന്നെ അത് വറ്റിപ്പോകുന്നത് നമുക്ക് കാണാം. വഴി എന്ന് പറയുമ്പോൾ ഉറപ്പുള്ളവൻ ക്രിസ്തുവാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 47-ാം വാക്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ വഴിയരികിലിരുന്ന മനുഷ്യൻ വിളിച്ചു പറയുന്നുണ്ട്, ദാവീദിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ. ദാവീദിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എന്ന് പറയുമ്പോൾ കൂടെയുണ്ടായിരുന്ന യേശുവിനോടൊപ്പം കടന്നു വന്നിരുന്ന ജനാവലി അവനെ ശകാരിക്കുന്നുണ്ട്. ശബ്ദമുണ്ടാക്കരുത്, അവന് പോയിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്, നിന്നെ ശ്രദ്ധിക്കാൻ സമയമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂട്ടത്തിൽ വന്ന ഒത്തിരി ആൾക്കാരവനെ ശകാരിക്കുന്നുണ്ട്. എന്നാൽ അവൻ ആരോ പറഞ്ഞറിഞ്ഞ ആ യേശുവിനെ മനസ്സിലാക്കി വിശ്വാസത്തോടെ അവൻ അത്യുച്ചത്തിൽ നിലവിളിച്ചു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ. യേശു തിരിഞ്ഞു നിന്നിട്ട് അവനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൽ ഏതൊക്കെ പ്രതിസന്ധികളുണ്ടായാലും, ഏതൊക്കെ നിരാശകൾ കടന്നു വന്നാലും, ഒറ്റപ്പെടുത്തൽ കടന്നു വന്നാലും, കുറ്റപ്പെടുത്തൽ കടന്നു വന്നാലും, നമ്മൾ വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കുമ്പോൾ തീർച്ചയായും അവൻ തിരിഞ്ഞു നിൽക്കുകയും നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയതുപോലെ നമ്മുടെ ജീവിതത്തെ അവൻ മാറ്റം കുറിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് യേശു അവനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പുറകിലേക്ക് നടക്കുന്നവരാ, പഴയ കാര്യങ്ങൾ ഓർത്തോർത്ത് ദുഃഖിച്ചിരിക്കുന്നവരാ. അതുകൊണ്ട് തന്നെയാണ് യേശു അവനോട് ചോദിച്ചത്, നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ആഗ്രഹം പരമപ്രധാനപ്പെട്ടതാണ്. പ്രിയ സഹോദരങ്ങളെ, അവൻ ആഗ്രഹം അറിയിച്ചു, എനിക്ക് കാഴ്ച കിട്ടണം. അവൻ കാഴ്ച മാത്രമല്ല, മറ്റെന്ത് ചോദിച്ചാലും ആ നിമിഷം കൊടുക്കുവാൻ തയ്യാറാണ്. പക്ഷെ അവൻ ചോദിച്ചത് കാഴ്ചയായിരുന്നു. അതുകൊണ്ട് ആ മനുഷ്യന് ഈ ലോകം കാണുവാനുള്ള പ്രത്യാശ നൽകുന്ന ആ ക്രിസ്തുവിനെ അറിയുവാനുള്ള, ക്രിസ്തുവിനോട് ഒപ്പം നടക്കുവാനുള്ള വലിയ കൃപ നൽകിക്കൊണ്ട് അവന് കാഴ്ച നൽകി. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വിശ്വാസം നഷ്ടപ്പെടുമ്പോഴും പ്രത്യാശ നഷ്ടപ്പെടുമ്പോഴും നമ്മൾ ഇനി പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം, ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എത്ര നാളായി ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്കൊന്നും കിട്ടുന്നില്ല. ചിലർ പറയാറുണ്ട്, ഇനി പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? ആ മനുഷ്യൻ്റെ സ്ഥിതിയെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കണം. അന്ധനായിരുന്നവൻ ഒരാൾ സഹായമില്ലാതെ ഒരിക്കലും നടക്കുവാൻ സാധിക്കുകയില്ല. അന്ധനായ മനുഷ്യന് ഒരു കാര്യവും ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും
നമ്മളുടെ മുന്നിലുള്ള പ്രതിസന്ധികളെ നോക്കി അന്ധത ബാധിച്ചിരിക്കുകയാണ്. സങ്കീർത്തനം 121 പറയുന്നത് പോലെ, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തി, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരും, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്നും. പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ പ്രതിസന്ധികളിലേക്ക് നോക്കാതെ ഉയരങ്ങളിലേക്ക് നോക്കുവാൻ, ദൃഷ്ടി ഉയർത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മൾ പലപ്പോഴും മനുഷ്യനായതുകൊണ്ട് ബലഹീനരാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളിലേക്കും നമ്മളുടെ കുറവുകളിലേക്കുമാണ് നോക്കുന്നത്. കർത്താവാകട്ടെ നമ്മുടെ ഹൃദയമാണ് പരിശോധിക്കുന്നത്. ആയതിനാൽ ഈ പ്രാർത്ഥന കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ കരുണക്കൊന്ത എന്നാണ് ഇതിന് പറയുന്നത്. ഈ അന്ധനായ മനുഷ്യൻ്റെ പ്രാർത്ഥന അറിയപ്പെടുന്നത് കരുണക്കൊന്ത എന്നാണ്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം വളരെ വ്യക്തമായും അത് പഠിപ്പിക്കുന്നുണ്ട്. ഇത് പ്രാർത്ഥിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും നമുക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റിയ ഒരു പ്രാർത്ഥനയാണ്. കർത്താവായ യേശുവേ, ദൈവത്തിൻ്റെ പുത്ര, എൻ്റെ മക്കളിൽ കനിയണമേ. കർത്താവായ യേശുവേ, ദൈവത്തിൻ്റെ പുത്ര, എൻ്റെ കഷ്ടപ്പാടിൽ കനിയണമേ. കർത്താവായ യേശുവേ, ദൈവത്തിൻ്റെ പുത്ര, എൻ്റെ ജീവിതത്തിൽ കനിയണമേ. ഇവിടെ ഈ മനുഷ്യൻ എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങളിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകം മുഴുവനിലും ഈ കരുണക്കൊന്ത നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ അവൻ തിരിച്ചു വന്നിട്ട് അവനെ സുഖപ്പെടുത്തിയെങ്കിൽ നമ്മൾ ഓരോരുത്തരും വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മളിലേക്ക് കടന്നു വരും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നമ്മളിലേക്ക് കടന്നു വരും. കാരണം യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ഏറ്റുപറയുന്ന ഏറ്റവും മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് കർത്താവായ യേശുവേ, ദൈവത്തിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. ഇവിടെ അന്ധനായ മനുഷ്യൻ വിളിച്ച് പ്രാർത്ഥിച്ചത് ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ എന്നാണ്. അതുകൊണ്ട് യേശു തിരിച്ചു വരാൻ കാരണമുണ്ട്. ദാവീദിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വരാനിരിക്കുന്നവനെ എന്നാണ്. വന്നു കഴിഞ്ഞവനെ വരാനിരിക്കുന്നവനെ എന്ന് വിളിച്ചത് കൊണ്ടാണ് യേശു തിരിച്ചു വന്നിട്ട് പറഞ്ഞത്, ഞാനിവിടെ എത്തിയിട്ടുണ്ട്, എനിക്ക് അസാധ്യമായി യാതൊന്നുമില്ല, നിന്നെ സുഖപ്പെടുത്താൻ എനിക്ക് ആകും എന്ന് വളരെ വ്യക്തമായും അനേകം മനുഷ്യരുടെ മുൻപിൽ വെച്ച് ഈ മനുഷ്യനെ സുഖപ്പെടുത്തുന്നത്. അവൻ സുഖം പ്രാപിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തെക്കുറിച്ച് നമുക്കറിയാം. പ്രിയ സഹോദരങ്ങളെ, നിൻ്റെ ഏത് പ്രതികൂല സാഹചര്യത്തിലും യേശുവിൻ്റെ അരികിലേക്ക് കടന്നു വരുമ്പോൾ നിനക്ക് സുഖം പ്രാപിക്കുവാൻ സാധിക്കും. ഏത് മാരകമായ രോഗമാണെങ്കിലും കർത്താവ് അത് സുഖപ്പെടുത്തും. കാരണം വചനം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, മരുന്നോ ലേപന ഔഷധമോ അല്ല, ദൈവത്തിൻ്റെ വചനമാണ് നിന്നെ സുഖപ്പെടുത്തുന്നത്. ഈ കരുണക്കൊന്ത നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ അത്ഭുതകരമായ ശക്തി ഇറങ്ങി വരും. ഈ പ്രാർത്ഥന ആദ്യം ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി, പിന്നീട് സ്വർഗസ്നായ ചൊല്ലി, പിതാവ് പുത്രന് വെച്ചതിന് ശേഷം വീണ്ടും 100 തവണ കർത്താവായ യേശുവേ, ദൈവത്തിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതൊരു ദിവസം 1000 പ്രാവശ്യമായി മാറും. 1000 പ്രാവശ്യം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുള്ള അനുഭവങ്ങൾ ഏറെയാണ്. ഒരു രോഗിയായിരുന്ന വ്യക്തിയെ കാണുവാനായിട്ട്, പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ വീട്ടിൽ ചെന്ന സമയത്ത് ഓക്സിജൻ്റെ സഹായം കൂടാതെ ജീവിക്കുവാൻ സാധിക്കില്ല. വീട്ടിൽ സിലിണ്ടർ കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ മനുഷ്യൻ കട്ടിലിൽ കിടക്കുമ്പോഴാണ് പ്രാർത്ഥിക്കുവാനായിട്ട് പോയത്. കുറേ നേരം പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഈ പ്രാർത്ഥന പറഞ്ഞു കൊടുത്തു. എല്ലാ ദിവസവും 1000 കരുണക്കൊന്ത ചൊല്ലാൻ. അത്ഭുതമെന്ന് പറയട്ടെ, 3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഓക്സിജൻ സിലിണ്ടർ മാറ്റുകയും ആത്മാഭിഷേക ധ്യാനത്തിലൂടെ വന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഈ പ്രാർത്ഥന വളരെ പവർഫുള്ളാണ്. കാരണം ഇത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ആഗ്രഹങ്ങൾ കടന്നു വരും. നമ്മുടെ ആഗ്രഹം, ജീവിക്കുവാനുള്ള ആഗ്രഹം, ഇന്ന് മനുഷ്യന് നഷ്ടപ്പെടുന്നത് അതുതന്നെയാണ്.
എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതിയെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഈ പ്രാർത്ഥനയിലൂടെ വലിയൊരു പ്രത്യാശ കടന്നു വരികയും ജീവിക്കുവാനുള്ള വലിയ അനുഗ്രഹം കർത്താവായ ഈശോ നൽകുകയും ചെയ്യുന്നുണ്ട്. ആയതിനാൽ ഈ കർണക്കൊന്തയിലൂടെ നമുക്ക് കർത്താവിൻ്റെ മഹത്വം വ്യാപരിക്കുവാനും കർത്താവിനോടൊപ്പം ചേർന്ന് നിൽക്കുവാനും അനേകർക്ക് യേശുവിനെ പകർന്നു കൊടുക്കുവാനുമൊക്കെ ഈ പ്രാർത്ഥന അനുഗ്രഹപ്രദമാവും. അതുകൊണ്ട് തന്നെയാണ് മതബോധന ഗ്രന്ഥം നമ്മളെ വ്യക്തമായി ഇത് പഠിപ്പിക്കുന്നത്. കർത്താവായ യേശുവേ, ദൈവത്തിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. വഴിയരികിലിരുന്ന് പ്രാർത്ഥിച്ച മനുഷ്യൻ, നിലവിളിച്ച മനുഷ്യൻ ഈ കർത്താവായ യേശുവേ, ദൈവത്തിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് പറയുമ്പോൾ വഴി, സത്യവും ജീവനും ഞാനാണെന്ന് പറഞ്ഞ യേശു ക്രിസ്തു അവനെ സുഖപ്പെടുത്തി ശക്തിപ്പെടുത്താൻ കാരണം നമുക്കറിയാമല്ലോ. പിന്നീട് സുഖം പ്രാപിച്ച ഈ മനുഷ്യൻ യേശുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്തെന്നാണ് പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 4-ാം വാക്യത്തിലൂടെ ഇങ്ങനെയാണ് പറയുന്നത്: 100 മേനി, 60 മേനി, 30 മേനി വിളവ് കൊയ്യുവാൻ തക്ക രീതിയിൽ പ്രാപ്തരായി മാറിയെന്ന്. അപ്പം നമ്മൾ ഓരോരുത്തരും യേശുവിനെ തിരിച്ചറിയുമ്പോൾ 100 മേനി, 60 മേനി, 30 മേനി വിളവ് കൊയ്യുവാൻ തക്ക രീതിയിൽ പ്രാപ്തരായി മാറും. യേശുവിന് വേണ്ടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. പലപ്പോഴും പ്രാർത്ഥിക്കുവാനായിട്ട് വിളിക്കുമ്പോൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വരുന്നില്ലെന്ന് പറയാറുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കുന്നവന് എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കും. പ്രാർത്ഥിക്കുന്നവന് മാത്രമേ ഈ ഭൂമിയിൽ നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ ചെയ്ത പലരെയും നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. ബുദ്ധിയിലൂടെ ദൈവവചനം ശ്രവിച്ച ലോത്തിൻ്റെ ഭാര്യ ഉപ്പ് തൂണായെങ്കിൽ വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നേറുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ ഉപ്പ് തൂണായാണ് മാറ്റപ്പെടുന്നത്. ആയതിനാൽ വിശ്വാസപൂർവം ഹൃദയത്തിൽ ഏറ്റെടുത്ത പരിശുദ്ധ അമ്മയെപ്പോലെ, ലോകരക്ഷകൻ്റെ അമ്മയായി തീർന്നതുപോലെ നമ്മളും ഈ ലോകത്തിനു വേണ്ടി അതീവ തീഷ്ണതയോടെ ശുശ്രൂഷ ചെയ്യുന്നവരായി നമുക്ക് മാറാം. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം ധ്യാനിക്കുമ്പോൾ മറ്റൊരു അന്ധനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. അത് ജന്മനാ അന്ധനായിരുന്ന മനുഷ്യനായിരുന്നു. അവനും വിളിച്ചു പറഞ്ഞത് ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ എന്നാണ്. ഈ അന്ധൻ്റെ പ്രത്യേകത നമ്മൾക്ക് അറിയാം. ഒരാൾ സഹായമില്ലാതെ ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. അവനെ യേശു സുഖപ്പെടുത്തുന്നത് ചെളിയുണ്ടാക്കിയിട്ട് വായിൽ നിന്ന് തുപ്പിയിട്ട് ചെളിയെടുത്ത് കണ്ണിൽ പുരട്ടിയിട്ടാണ് അവനോട് പറയുന്നത്, സുലോഹ, കുളത്തിൽ പോയി കഴുകുക. നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, എന്തുകൊണ്ടാണ് യേശുവിനൊന്ന് തൊട്ടാൽ പോരായിരുന്ന, എന്തിനാണ് കുളത്തിൽ പോയി കഴുകുവാനായിട്ട് പറഞ്ഞത്? അവിടെ തനിക്ക് ഒരു ബന്ധവുമില്ലാത്ത ദൂര സ്ഥലത്തേക്ക് ഈ ചെളിയും വെച്ചുകൊണ്ട് ഈ അന്ധൻ പോകുമ്പോൾ മറ്റാരും ഇത് അവകാശപ്പെടാൻ സാധിക്കുകയില്ല. ഞങ്ങൾ കൊണ്ടുവന്നിട്ടാണ് അവൻ സുഖം പ്രാപിച്ചത്, അല്ലെങ്കിൽ ഞങ്ങളാണ് ഇതിൻ്റെ അണിയറയിലെന്ന് പറയാൻ പറ്റില്ല. കാരണം കർത്താവ് ഇവനെ സുഖപ്പെടുത്തുവാൻ വേണ്ടി സിലോഹ കുളത്തിലേക്ക് അയക്കപ്പെടുക. അവൻ അവിടെ ചെന്ന് കണ്ണ് കഴുകി വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പോലെ തന്നെ ഇവൻ്റെ സ്വന്തം രൂപം അവന് മനസ്സിലായെന്നാണ് പറയുന്നത്. ആ രൂപത്തിൽ നിന്നാണ് അവൻ യേശുവിനെ കാണുന്നത്. അവൻ്റെ രൂപത്തിൽ നിന്ന് തന്നെയാണ് അവൻ യേശുവിനെ കാണുന്നത്. അപ്പോൾ പറഞ്ഞയച്ച കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മറ്റാരും അവകാശപ്പെടാൻ സാധിക്കാതെ ആ അവകാശം ദൈവം തന്നെ വലിയ കരുതലോടെ ആ മകനെ സുഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുന്നവർക്ക്
മനസ്സിൻ്റെ അന്ധത മാറും. പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ശക്തി ലഭിക്കും. അവനവന് തന്നെ അവനവനെ കാണുവാനായിട്ട് സാധിക്കുമെന്ന് വളരെ വ്യക്തമായും വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ യാചിക്കുമ്പോൾ നമ്മൾ ആരാണെന്ന് തിരിച്ചറിയണമെന്നുള്ള വലിയ ബോധം ഉണ്ടാക്കുവാനാണ് അവനെ അയക്കപ്പെടുക എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പറഞ്ഞയച്ചത്. പിന്നീട് നമുക്ക് ആ സംഭവം വായിക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒന്നുണ്ട്. ഇവന് കാഴ്ച കിട്ടിക്കഴിഞ്ഞപ്പോൾ മാതാപിതാക്കൾക്കുണ്ടാകുന്ന ഒരു വെപ്രാളവും പരവേശമൊക്കെ. കാരണം ഇവന് കാഴ്ച കൊടുത്തത് യേശുവാണെന്നറിഞ്ഞാൽ ഈ മാതാപിതാക്കൾ ഇതിനെക്കുറിച്ച് കൃത്യമായ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുമെന്ന് മനസ്സിലായതുകൊണ്ടാണ് അവർ പറയുന്നത്, അവന് പ്രായമായില്ലേ, അവൻ തന്നെ നിങ്ങളോട് പറയട്ടെ. അപ്പം സ്വന്തമായി അനുഭവമുള്ളവർക്ക് മാത്രമേ യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. സ്വന്തമായി ജീവിതത്തിൽ ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ അവനോട് കൂടെ ആയിരിക്കുവാൻ സാധിക്കുകയുള്ളൂ. മറ്റാരെങ്കിലുമൊക്കെ ചേർത്ത് വെച്ചാൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വിട്ടിട്ട് ഓടിക്കളയും. പലപ്പോഴും നമ്മളാണ് ദൈവത്തെ പിടിക്കുന്നത്, ദൈവത്തിൻ്റെ കരത്തിൽ നമ്മളാണ് പിടിക്കുന്നത്, എന്നിട്ട് നമ്മൾ പിടിച്ചിട്ടുണ്ടെന്ന് പറയും. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, കുറച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഈ പിടുത്തം വിട്ട് നമ്മൾ മറ്റു വഴിയിലേക്ക് പോകും. സ്വന്തമായ അനുഭവവും സ്വന്തമായ തീഷ്ണതയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിന് വേണ്ടി പ്രഘോഷിക്കപ്പെടുവാൻ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിന് ക്രിസ്തു നമ്മുടെ കരത്തിൽ ചേർത്ത് പിടിക്കണം. ക്രിസ്തു നമ്മളെ കൊണ്ടു നടന്നാൽ നമ്മൾ ഒരു പാപവും ചെയ്യാതെ, ഈ ലോകത്തിലുള്ള ഒന്നിനും അടിമപ്പെടാതെ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. ആയതിനാൽ ഈ അന്ധനെ പറഞ്ഞയച്ചതുപോലെ ക്രിസ്തു നമ്മളെ ഏവരെയും പറഞ്ഞ് അയക്കുന്നുണ്ട്. കത്തോലിക്ക സഭയിൽ മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുകയും സ്ഥൈര്യ ലേപനത്തിലൂടെ പോവുക, പ്രഘോഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രഘോഷിക്കുവാനുള്ള വരവും നമുക്ക് നൽകുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ലോകത്തിലേക്ക് നോക്കി ലോകത്തിൻ്റെ കാഴ്ചപ്പാടിലേക്ക് പോകുമ്പോൾ പ്രഘോഷിക്കപ്പെടുവാൻ ഇന്ന് ഗണങ്ങൾ ചുരുങ്ങി വരുന്ന ഒരു കാലഘട്ടത്തിലാണ്. ആയതിനാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായി, കർത്താവിൻ്റെ രാജ്യ വിസ്തൃതിക്കായി നമുക്ക് പ്രവർത്തിക്കാം. അതുകൊണ്ടാണ് ശിഷ്യന്മാർ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ. പ്രിയ സഹോദരങ്ങളെ, ദൈവം നമുക്ക് കാഴ്ച തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മളെ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അവൻ്റെ ഹിതം ഈ ഭൂമിയിൽ നിറവേറാൻ വേണ്ടി പരിശ്രമിക്കണം. ആയതിനാൽ നമ്മൾക്ക് കൂടുതൽ തീഷ്ണതയോടെ ആറ്റിറമ്പിൽ നട്ട വൃക്ഷം പോലെ നമുക്ക് തീഷ്ണതയോടെ പ്രവർത്തിക്കുന്നവരായി മാറണം. ആറ്റിറമ്പിൽ നട്ട വൃക്ഷത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ജലം എവിടെയാണോ അവിടെ ആയിരിക്കും അതിൻ്റെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുക. നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് തന്നെ ക്രിസ്തുവിങ്കിലേക്ക് ചേരുക എന്നതാണ്. എന്ന് വെച്ചാൽ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുക എന്നതാണ്. സ്വർഗം ലക്ഷ്യമാക്കണമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവരായി മാറണം. അങ്ങനെ നമ്മൾ ആ ഹിതം നിറവേറ്റണമെങ്കിൽ ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരായി മാറണം. ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ശുശ്രൂഷ നിലനിന്നുകൊണ്ട് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൻ്റെ വ്യഗ്രതയിൽ നിന്നും മാറി 3 കെണിയാണ് നമുക്ക് വെച്ചിരിക്കുന്നത്: മദ്യാസക്തി, ജീവിത വ്യഗ്രത, സുഖലോലുപത. ഈ 3 കെണിയിൽ നിന്നും മാറി ആ ദൈവത്തോട് ചേർന്ന് നിന്ന് വളരെ തീക്ഷ്ണതയോടെ
സുഖം പ്രാപിച്ച മനുഷ്യർ, അതായത് ഈ അന്ധനായ മനുഷ്യർ സുഖം പ്രാപിച്ചപ്പോൾ പിന്നീട് ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിൻ്റെ രാജ്യവിസ്തൃതിക്ക് വേണ്ടി ശുശ്രൂഷയ്ക്ക് പുറപ്പെട്ടെങ്കിൽ നമ്മളെയും ദൈവം ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിൽ ഒരു പുത്തൻ അഭിഷേകമായി മാറുവാൻ, പുതിയൊരു കൃപയായി മാറുവാൻ നമുക്ക് പരിശ്രമിച്ചുകൊണ്ട് നമ്മളുടെ ചിന്തകളെ കർത്താവിന് കൊടുക്കാം. ബാഹ്യമായ കണ്ണിൻ്റെ കാഴ്ച ദൈവം നൽകിയെങ്കിൽ നമ്മുടെ മനസ്സിൽ 2 കണ്ണുണ്ട്, നമ്മുടെ മനസ്സിൽ 2 പാദങ്ങളുണ്ട്. നമ്മുടെ മനക്കണ്ണ് തുറന്നു കിട്ടാൻ, അതായത് ദൈവം എപ്പോഴും നമ്മുടെ അന്തരംഗമാണ് കാണുന്നത്. അതുകൊണ്ടൊരു പാഠ്യപ്രകാരം എഴുതി വച്ചിട്ടുണ്ടല്ലോ, ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവ് നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്ത് നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം. അതേ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ അന്തരംഗം കാണുന്ന ദൈവത്തിന് നമ്മുടെ മനസ്സ് തുറന്നു കൊടുക്കാം, നമ്മുടെ മനക്കണ്ണ് തുറന്നു കൊടുക്കാം. അവനോടൊപ്പം ചേർന്നുകൊണ്ട് അവന് വേണ്ടി നമുക്ക് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് അല്പനേരം പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളിലേക്കും പ്രതിസന്ധികളിലേക്കും ഞങ്ങൾ പലപ്പോഴും ഉറ്റുനോക്കുമ്പോൾ കർത്താവെ, നിന്നിൽ നിന്നാണ് ഞങ്ങൾ പലപ്പോഴും അകന്നു മാറുന്നത്. കർത്താവെ, നിന്നോട് ചേർന്ന് നിന്ന് തീഷ്ണതയോടെ ശുശ്രൂഷ ചെയ്യുവാൻ, നിന്നെ അറിയുവാൻ, നിന്നോട് ഒപ്പമായിരിക്കുവാൻ, നിന്നെ വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ശക്തി പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ദൈവത്തിൻ്റെ പുത്ര, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ കനിയണമേ. കർത്താവായ യേശുവേ, ദൈവത്തിൻ്റെ പുത്ര, ഞങ്ങളുടെ മക്കളുടെ മേൽ കനിയണമേ. കർത്താവായ യേശുവേ, ദൈവത്തിൻ്റെ പുത്ര, ഈ ലോകം മുഴുവൻ്റെ മേലും കനിയണമേ. എല്ലാ പ്രകൃതി ദുരന്തങ്ങളെയും യുദ്ധങ്ങളെയെല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ യേശുവേ, ദൈവത്തിൻ്റെ പുത്ര, ഇതിൻ്റെ മേൽ കനിവായിരിക്കണമേ. പ്രപഞ്ചത്തിൻ്റെ മേൽ കനിവായിരിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും കനിയണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.